നമുക്ക് വണ്ടിയുടെ സൗണ്ട് കേട്ട് നോക്കാം. വണ്ടി ഇപ്പോൾ പോൾ സ്റ്റാർട്ടാണ്. പിൻകോഡിൽ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് സൗണ്ട് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ നല്ല സൗണ്ടുണ്ട് റിയൽ ലൈഫിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വാങ്ങണം അടിക്കുന്നത് പറയുന്നത്. അപ്പോൾ നാട്ടുകാർക്കും റൈഡറിനും ആരോഗ്യകരമല്ലാത്ത രീതിയിൽ നല്ല സൗണ്ടുണ്ട്. റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആസ്വദിച്ച് പോകാൻ സാധിക്കുന്നതാണ്. വണ്ടിയുടെ ഫ്യൂൾ ടൈം വരുന്നത് 15 ലിറ്ററാണ്. മാക്സിമം മൈലേജ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 45 കിലോമീറ്റേഴ്സും ഏറ്റവും മിനിമം 28 കിട്ടിയിട്ടുള്ളത്. ആവറേജ് നിങ്ങൾക്കൊരു 35 to 38 എന്തായാലും കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്കിത് യൂസേജിൻ്റെ ഇത് കാണാൻ പറ്റും, മാർക്സ് കാണാൻ പറ്റും. എൽ ബാഴ്സിലുള്ള സൈൻസ് എല്ലാം മാഞ്ഞു പോയതായി നിങ്ങൾക്ക് കാണാം. സൈഡ് മിറേഴ്സ് അത്ര നല്ലതല്ല, അത്ര വിസിബിലിറ്റി ഒന്നുമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ എടുത്ത് പറയാനുള്ളത് വണ്ടിയുടെ ലുക്സാണ്. വണ്ടിയുടെ ലുക്സ് അടിപൊളി ലുക്സാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചളി വരുന്ന ഭാഗങ്ങളും സൂക്ഷിച്ച് കയറേണ്ട ഭാഗങ്ങളാണ് ഈ കാണുന്നത്. വണ്ടിയുടെ മഡ് ഗാർഡ് ഷോർട്ട് ആയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചളി തെറിക്കും. അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ചളി ഇരിക്കുമ്പോൾ നന്നായി കഴുകിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് തുരുമ്പിരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ ഹെഡേഴ്സ് തന്നെ നോക്കാം. ഹെഡേഴ്സ് ചൂടായിട്ട് ഒറ്റക്ക് കളർ മാറിയതാണ്. പിന്നെ ബാഷ് പ്ലേറ്റ് വരുന്നുണ്ട്, നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെയുള്ള ഈ ക്യാബ്ലിങ്സൊക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുണ്ട്, പക്ഷേ ചില ഏരിയയിൽ നല്ലതല്ല. അത് ഞാൻ കൂടുതലായി കാണിച്ചു തരാം. പിന്നെ വണ്ടിയുടെ സീറ്റ് വരുന്നത് ഒരു റൈഡർ സെൻട്രിക് ആയിട്ടാണ്. വലിയ വൈഡ് സീറ്റ്